നമസ്കാരം. ദേവി മഹാത്മ്യ കഥകൾ കേൾക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുള്ള പനച്ചിക്കാട് സരസ്വതി ദേവിയെക്കുറിച്ചുള്ള പുരാണ കഥയൊന്ന് കേട്ടാലോ? കോട്ടയം ജില്ലയിൽ കാടമുറി ഗ്രാമത്തിൽ പനച്ചിക്കാട് എന്ന സ്ഥലത്ത് കിഴപ്പുറത്തില്ലത്ത് ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ പത്നിയും ജീവിച്ചിരുന്നു. ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും പുരുഷ സന്താനമുണ്ടാകാത്ത ദുഃഖത്തിൽ ഗംഗാസ്നാനത്തിനായി ഇല്ലത്ത് നിന്നിറങ്ങി ഉത്തരദിക്കിലേക്ക് യാത്രയായ നമ്പൂതിരി ഏതാനും ദിവസത്തെ യാത്ര കഴിഞ്ഞ് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും കുറച്ച് ദിവസം ദേവിയെ ഭജിച്ച ശേഷം യാത്ര തുടരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഒരു സംവത്സര കാലം ദൃഢഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ച് മൂകാംബിക ക്ഷേത്രത്തിൽ തന്നെ നമ്പൂതിരി കഴിഞ്ഞുകൂടി. ഒരു ദിവസം രാത്രിയിൽ ഗാഠനിദ്രയിൽ ലയിച്ചിരുന്ന സമയത്ത് സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തോട് ഈ ജന്മത്തിൽ അങ്ങേക്ക് സന്തതി ഉണ്ടാവുക അസാധ്യമാണെന്നും ആ പ്രതീക്ഷയോടുകൂടി യാത്ര ചെയ്ത് അലയണമെന്നില്ല എന്നും സ്വദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവാനും പറയുന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിന് സമീപമുള്ള കരുനാട്ടില്ലത്ത് ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ടെന്നും ആ ഇല്ലത്തിലെ ഗൃഹസ്ഥനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അന്തർജനം ഗർഭിണിയാണെന്നും രണ്ടുണ്ണികളെ പ്രസവിക്കുമെന്നും അതിലൊരുണ്ണിയെ നമ്പൂതിരിക്ക് നൽകണമെന്നും പറയണമെന്ന് സർവാംഗസുന്ദരിയായ സ്ത്രീ നമ്പൂതിരിയോട് പറയുന്നു. ആ ഇല്ലത്തിലെ നമ്പൂതിരി സന്തോഷിച്ച് ഒരുണ്ണിയെ അങ്ങേക്ക് നൽകുമെന്നും മുലകുടി മാറിയാൽ തന്നെ ആ ഉണ്ണിയെ കൊണ്ടുപോയി സ്വന്തം കുഞ്ഞായി വളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ അവന് 10 പുത്രന്മാരുണ്ടാവുകയും ചെയ്യുമെന്ന് ആ സ്ത്രീ പറയുന്നു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് 10 പുത്രന്മാരിൽ കുറയാതെ പുരുഷ സന്താനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാമെന്നും സ്ത്രീ പറയുന്നു. നമ്പൂതിരി ഉടൻ തന്നെ കണ്ണു തുറന്ന് നോക്കിയെങ്കിലും അവിടെ എങ്ങും ആരെയും കാണാൻ സാധിച്ചില്ല. ഇത് മൂകാംബിക ദേവിയുടെ അരുളപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞ നമ്പൂതിരി അടുത്ത ദിവസം തന്നെ സ്വദേശത്തേക്ക് മടങ്ങുകയും കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥനായ നമ്പൂതിരിയോട് ദേവി പറഞ്ഞത് ആവർത്തിക്കുകയും ചെയ്തു. കിഴുപ്പുറത്ത് നമ്പൂതിരിയുടെ വാക്ക് കേട്ട് അതിയായ സന്തോഷത്തിലായ കരുനാട്ട് നമ്പൂതിരി അദ്ദേഹത്തോട് 2 ഉണ്ണികൾ ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ ഒരുണ്ണിയെ ഞാൻ അങ്ങേക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുറച്ചു നേരത്തെ കുശലപ്രശ്നത്തിന് ശേഷം കിഴപ്പുറത്തു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഓലക്കുടയും എടുത്ത് സ്വന്തം ഇല്ലത്തേക്ക് മടങ്ങുകയും വഴിയിൽ വച്ച് ഒരു വിഷ്ണു ക്ഷേത്രം കാണുകയും സ്വാമിയെ ദർശിച്ചിട്ട് ഇല്ലത്തേക്ക് മടങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് അല്പം കിഴക്കോട്ട് മാറി ഒരു കുളം കാണുന്ന നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഓലക്കുട ഒരിടത്ത് ഭദ്രമായി വച്ചിട്ട് കുളിക്കാനായി കുളത്തിലേക്ക് ഇറങ്ങുന്നു. കുളി കഴിഞ്ഞ് വന്നു നമ്പൂതിരി കുടയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. ഓലക്കുട അവിടെ ഉറച്ചു പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കുടയെടുക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അതിശയിച്ചു നിന്ന നമ്പൂതിരിയോട് ഒരു ദിവ്യനായ പുരുഷൻ സമീപിച്ച് പറഞ്ഞു, മൂകാംബികാദേവി അങ്ങയോടൊപ്പം ഈ കുടയിൽ നിലകൊണ്ടിരിക്കുകയാണ്. ദേവിയെ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയെങ്കിൽ മാത്രമേ ഈ കുട ഇവിടെ നിന്ന് ഇളകുകയുള്ളൂ. കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ അല്പം തെക്കോട്ട് മാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട് എന്നും അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുകയും ചെയ്യണമെന്ന് പറയുന്നു. കാട്ടിൽ കിടക്കുന്ന ബിംബത്തിന് കാവലായി ഒരു യക്ഷിയുണ്ടെന്നും ആ യക്ഷിയെ നിവേദ്യം നൽകി സന്തോഷിപ്പിച്ച് വേണം ബിംബം എടുത്തുകൊണ്ട് വരാനെന്നും ആ ദിവ്യൻ നമ്പൂതിരിയോട് പറയുന്നു. പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു അർച്ചനാബിംബം കൂടി സ്ഥാപിച്ചു കൊള്ളണമെന്നും പൂജയും നിവേദ്യങ്ങളുമെല്ലാം അർച്ചനാബിംബത്തിൽ മാത്രം ചെയ്താൽ മതിയെന്നും മറ്റേ ബിംബത്തിൽ വന്ദിക്കുകയും ചെയ്യണമെന്നും പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യൻ അപ്രത്യക്ഷനായി. നമ്പൂതിരി അദ്ദേഹം പറഞ്ഞ പ്രകാരമെല്ലാം ചെയ്തു. യക്ഷിയെ പ്രസാദിപ്പിച്ച ശേഷം കാട്ടിൽ നിന്ന് സരസ്വതി വിഗ്രഹം എടുത്ത് കിഴക്കോട്ട് ദർശനമായി ഒരു അർച്ചനാബിംബവും പ്രതിഷ്ഠിച്ചു. അതോടെ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായിത്തീർന്നു. കിഴപ്പുറത്ത് നമ്പൂതിരിക്ക് ഓലക്കുട യഥേഷ്ടം എടുത്തുകൊണ്ടു പോകാനും കഴിഞ്ഞു. ഈ ദേവിയാണ്
പനച്ചിക്കാട് സരസ്വതി എന്ന് പ്രസിദ്ധയായി തീർന്നത്. കിഴപ്പുറത്ത് നമ്പൂതിരിയോട് മൂകാംബികാദേവി അരുളി ചെയ്തതുപോലെ കുരുന്നാട്ട് നമ്പൂതിരിയുടെ അന്തർജനം ഇരട്ട പ്രസവിക്കുകയും 2 പുത്രന്മാരായി തീരുകയും ചെയ്തു. വാഗ്ദാനം ചെയ്ത പ്രകാരം കരുനാട്ട് നമ്പൂതിരി ഒരു ഉണ്ണിയെ കിഴപ്പുറത്ത് നമ്പൂതിരിക്ക് കൊടുക്കുകയും അദ്ദേഹം അവനെ സ്വന്തം മകനായി ലാളിച്ചു വളർത്തുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. യഥാസമയം നല്ലൊരു വേലി കഴിപ്പിക്കുകയും അദ്ദേഹത്തിന് മുറയ്ക്ക് 10 പുത്രന്മാരുണ്ടാവുകയും അക്കാലം മുതൽ കിഴപ്പുറത്തില്ലത്ത് 10 പുരുഷന്മാരിൽ കുറഞ്ഞുള്ള അംഗസംഖ്യ ഉണ്ടായിട്ടില്ല. പനച്ചിക്കാട്ട് ഭഗവതിയെ ഇല്ലത്തുള്ളവരെല്ലാം ഭക്തിപൂർവം ഭജിച്ചിരുന്നതിനാൽ അവർക്കാർക്കും ഐശ്വര്യത്തിനും സമ്പത്തിനും കുറവ് വന്നിട്ടുമില്ല. ദക്ഷിണ മൂകാംബിക എന്നാണ് പനച്ചിക്കാട് ഭഗവതിയെ അറിയപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവാണെങ്കിൽ കൂടിയും സരസ്വതി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കേരളത്തിൽ വിദ്യാരംഭത്തിന് പേരുകേട്ട ക്ഷേത്രം കൂടിയാണ് പനച്ചിക്കാട് അമ്പലം. ദിവസേന അനേകം കുഞ്ഞുങ്ങളാണ് ആദ്യാക്ഷരം കുറിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. നവരാത്രി കാലത്ത് സരസ്വതി ദേവിയെ ഭജിക്കുന്നതിനായി ഒരുപാട് പേർ ഇവിടെ എത്താറുണ്ട്. ഭക്തിപൂർവം ദേവിയെ ഭജിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കുന്നതാണ്. അത്ഭുതമയിയായ ദേവി സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ വിളങ്ങുന്നു.